അതെ, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? നമ്മൾ എങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്, അതുപോലെ നമ്മൾ ഏതൊക്കെ ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്, ആരൊക്കെയാണ് നമുക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന ക്യാമറ ഇതാണ് ഞങ്ങൾ ഷോർട്ട് വീഡിയോ എടുക്കുന്നത്. പിന്നെ സോണി ZV-E10 എന്ന് പറഞ്ഞ ക്യാമറ, അതിൻ്റെ ലെൻസ് 1.8 50mm 1.8 ലെൻസ്. അതുപോലെ ജിമ്പിൽ ഉപയോഗിക്കുന്നത് DJയുടെ RX4 Mini. അപ്പോൾ ഇതിലാണ് നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത്. നല്ല ക്യാമറ ഏതായിരുന്നു? ഇത് ആക്ഷൻ 6. നമ്മൾ വ്ളോഗിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ആക്ഷൻ 6. ഇത് വ്ളോഗ് ചെയ്യാനൊക്കെ അടിപൊളി ക്യാമറയാണ്. അതിന് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ബ്ലറൊന്നും ഉണ്ടാവില്ല. അതൊക്കെ വേണമെങ്കിൽ നമ്മളെ സോണി ZV-E10 തന്നെ വേണം അല്ലേ. അപ്പോൾ ഇതിന്മേൽ വ്ളോഗിങ്ങിന് നല്ല സ്ഥലങ്ങളിലൊക്കെ പോണ സമയത്ത് എല്ലാവർക്കും കൂടിയിട്ട് വ്ളോഗ് എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ക്യാമറയാണ്. വാട്ടർ പ്രൂഫ് അല്ലേ? വാട്ടർ പ്രൂഫ്, വെള്ളത്തിലൊക്കെ ഉപയോഗിക്കാം. നമ്മൾ എവിടെ പോയപ്പോൾ അതി വാട്ടർ പാർക്ക് പോയപ്പോഴൊക്കെ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് അതിനൊക്കെ അടിപൊളി ബെസ്റ്റാണ്. അടിപൊളി ക്യാമറ. ഏകദേശം ഒരു 60,000 റുപ്യേൻ്റെ അടുത്ത് വില വരുന്നുണ്ട്. നമ്മളെ സോണി ZV-E10 ഏകദേശം ആ വില തന്നെ ഉണ്ട് കേട്ടോ, 60,000 റുപ്യ അല്ലേ. ലെൻസ് അടക്കം 80,000 വരുന്നുണ്ട്. പിന്നെ DJൻ്റെ ഗിംബലിനും 45,000 RX4 Mini ഏകദേശം ആ വില വരുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ക്യാമറ ഓസ്മോ പോക്കറ്റ് 3. ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് വാങ്ങിയ ക്യാമറ കേട്ടോ. ഞങ്ങൾ ഇതിലാണ് ആദ്യമായിട്ട് ഇത് ഓസ്മോ പോക്കറ്റ് 3, ഇത് ഓസ്മോ പോക്കറ്റ് 6. നമ്മൾ ആദ്യമായിട്ട് ഓപ്പോയുടെ ഫോണിൽ 25,000 റുപ്യേൻ്റെ ചെറിയ ഫോണിലാണ് ഞങ്ങൾ ഷോർട്സ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട് ഒരു 5,000 ആൾക്കാരൊക്കെ കാണാൻ തുടങ്ങിയ പിന്നെയാണ് ഞങ്ങൾ ഓസ്മോ പോക്കറ്റ് 3 വാങ്ങുന്നത്. അപ്പോൾ അല്ല, ഓസ്മോ പോക്കറ്റ് 3 വാങ്ങി. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ പിന്നെ പിക്ചർ ക്ലാരിറ്റി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ബ്ലറായിട്ടൊക്കെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു വീഡിയോൻ്റെ. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഒരു ചെറിയ ക്യാമറ നമ്മുടെ സോണി ZV-E10 എന്ന് പറഞ്ഞ ക്യാമറ കണ്ടത്. അപ്പോൾ അതിൻ്റെ ലെൻസും കൂടി വാങ്ങി. അപ്പോൾ പിന്നെ ഷോർട്സ് മൊത്തം ഞങ്ങൾ അതിലെടുക്കാൻ തുടങ്ങി. പിന്നെ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓസ്മോ പോക്കറ്റ് 3 ഉപയോഗിക്കാൻ തുടങ്ങി. ഇല്ലാതെ ഇനി ഞങ്ങൾ എങ്ങനെ വീഡിയോ എടുക്കുന്നത് കാണിച്ചു തരട്ടെ. അപ്പോൾ ഞങ്ങൾ ക്യാമറമാനെ കാണിച്ചു തരാം. സത്യത്തിൽ ഞങ്ങൾക്ക് ക്യാമറമാൻ അല്ല, 2 ക്യാമറമാനും ഒരു ക്യാമറമത്തിയും. ഒരു ക്യാമറ മതി അല്ലേ? അപ്പൊ നമ്മള് 2 ക്യാമറമാൻ ഒരു ക്യാമറമത്തി. അതെ, ഞങ്ങൾക്ക് ക്യാമറമാൻ ഇല്ല കേട്ടോ. ഞങ്ങൾ 3 ആളും തന്നെ ഞങ്ങൾ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും. ശരിക്കും 3 ആൾക്കാരുള്ള വീഡിയോ കുറവാണ്, എപ്പോഴും അങ്ങനെ ഉണ്ടാവില്ല. 3 ആൾക്കാരുള്ള വീഡിയോ ഉണ്ട്, പക്ഷെ ഒരുമിച്ചുള്ള ഷോട്ട് ഇല്ല. അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പിന്നെ ഞങ്ങളെ മൈക്ക് ഇതാ ഹോളി ലാൻഡിന്റെ ഒരു മൈക്കാണ്. കണ്ടോ, ചെറിയ മൈക്കാണ് ഇത്. ഇങ്ങനെ കണ്ടോ, അത്രേ ഉള്ളൂ സാധനം. ബട്ടൺസ് പോലത്തെ ചെറിയൊരു മൈക്ക്. അപ്പൊ ആദ്യന്റെ കണ്ടോ, ചെറിയൊരു സാധനം, ബട്ടൺസ് മാത്രം. അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഇതിലാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നോയ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ശബ്ദമൊക്കെ കിട്ടും. നല്ല വീട് റോഡ് സൈഡിലൊക്കെ ആയതുകൊണ്ട് വണ്ടീൻ്റെ ഭയങ്കരമായിട്ടുള്ള സൗണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ പരമാവധി സൗണ്ടൊക്കെ കുറച്ച് തരുന്നുണ്ട് മൈക്ക്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന മൈക്ക്. ഇതാണ് ഞങ്ങളെ ലൈറ്റ്. ഇത് ഞങ്ങൾ എടുക്കുന്ന വെള്ള കളർ അല്ല, ഇത് വേറെ കളറാണ് അല്ലേ? നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കളർ കറക്റ്റായിട്ട് വൈറ്റ് കളറാണ് ഞങ്ങൾ ഇടുന്നത്. ഇത് ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ലൈറ്റാണ്, ചെറിയ ലൈറ്റാണ്. പക്ഷേ നല്ല ക്ലാരിറ്റി ആയിട്ട് ഞങ്ങൾ കൂടുതൽ ഷൂട്ട് രാത്രിക്ക് ഉണ്ടാവില്ല. ഞങ്ങൾ ഷോർട്ട് വീഡിയോ ഒക്കെ രാത്രി സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ നല്ല പകല് പോലെ തോന്നിക്കും. അതാണ് ലൈറ്റിന്റെ പവർ. അല്ലാതെ ഈ വെളിച്ചാലേ നമ്മൾ എടുക്കല് അല്ലേ? ഈ വെളിച്ചാണ്. പിന്നെ ഏറ്റവും വലിയ ഡയലോഗ് എനിക്ക് ഉണ്ടാവുക, ഇവർക്കൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു ഡയലോഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. എനിക്ക് വലിയ ഡയലോഗ് ഉണ്ടാവും. അല്ല, ഈ കഥയിലെ നായകൻ ആരാ? അപ്പൊ അതുകൊണ്ട് നിനക്ക് വലിയ ഡയലോഗ് വരും. നായകൻ മാറിക്കോ, നീ വില്ലനായിക്കോ, എന്നാ ചെറിയത് തരാം. അത് പറ്റുമോ? നീ നായകനായതുകൊണ്ടാണ് ഞങ്ങൾ ചെറിയ ഡയലോഗ് എടുക്കുന്നത്, മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും, ക്യാമറയെ കുറിച്ചോ ഞങ്ങളെ ആക്സസറീസിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറഞ്ഞുതരാം. ഞങ്ങളെല്ലാം പറഞ്ഞുതരും. അപ്പോൾ ഓക്കെ, ബൈ.